എല്ലാവർക്കും ബിജോസ് ബ്ലോഗ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് സുമതി വളവ്. സുമതി വളവ് എന്നതൊരു ഭീകരമായ കൊലപാതകത്തിൻ്റെ കഥയുമായി അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രേതകഥകളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ സംഭവം നടന്ന സ്ഥലം. തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് ഒരു 32 കിലോമീറ്റർ അകലെ പാലോട് ജംഗ്ഷനിൽ നിന്ന് കല്ലറ പാങ്ങോട് പഞ്ചായത്തിലെ കല്ലറ പാലോട് റൂട്ടിലാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറഞ്ഞാൽ മൈലമോട് ജംഗ്ഷൻ. ഈ വളവ് സ്ഥിതി ചെയ്യുന്നത് ഇത് പാലോട് റിസർവ് വനത്തോട് ചേർന്നുള്ള ഒരു വിജനമായ സ്ഥലമാണ്. കൊലപാതകം നടന്ന വർഷം 1950കളിലും 1953 ജനുവരി 27 പറയുന്നത്. സുമതി ഈ വളവിൽ വെച്ചാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. ഒരു മലഞ്ചരക്ക് വ്യാപാരിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്ന സുമതി മുതലാളിയുടെ മകനായ രത്നാകരനുമായി അവർ പ്രണയത്തിലായിരുന്നു. രത്നാകരൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് സുമതി ഗർഭിണിയായി. വിവാഹം കഴിക്കാൻ നിർബന്ധം പിടിച്ചപ്പോൾ രത്നാകരനും സുഹൃത്തും ചേർന്ന് ഉത്സവത്തിന് പോകാമെന്ന് പറഞ്ഞ് സുമതിയെ കാറിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിജനമായ സ്ഥലത്ത് വെച്ച് കൊലപ്പെടുത്തി കഴുത്തറുത്ത് കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. കൊല്ലപ്പെടുമ്പോൾ സുമതി ഗർഭിണിയായിരുന്നു. ഉൾവനമെന്ന് വിചാരിച്ചതാ ഈ മരത്തിൻ്റെ മുട്ടിൽ വെച്ചാണ് സുമതിയെ കഴുത്തറുത്ത് കൊല്ലണ സ്ഥലമാണ് ഈ കാണുന്നത്. പിന്നെ മരണപ്പെട്ടതിന് ശേഷം കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്രൂരമായി കൊല്ലപ്പെട്ട സുമതിയുടെ ആത്മാവ് ഗതി കിട്ടാതെ ഈ വളവിൽ അലഞ്ഞ് തിരിയുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്, നാട്ടുകാർ വിശ്വസിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഈ വളവിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് സുമതിയുടെ രൂപത്തെ കണ്ടതായോ വാഹനങ്ങൾ കേടുവരുത്തിയതായോ മറ്റും അമാനുഷിക അനുഭവങ്ങൾ ഉണ്ടാകുന്നതായും ഉള്ള കഥകൾ പ്രചാരത്തിലുണ്ട്. ഇത് തലമുറകളായി കൈമാറി വരുന്ന ഒരു നാടോടി കഥയാണ്. ഇപ്പോഴപ്പിന്നെ ഈ വളവിൽ ഉൾപ്പെടുന്ന റോഡും പരിസരവും വൻ വികസന പാതയിലാണ്. എങ്കിലും ഈ കഥ കാരണം ഇപ്പോഴും ഈ സ്ഥലം ഒരു ഭയം ജനിപ്പിക്കുന്ന സ്ഥലമായി കണക്കാക്കപ്പെടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വളവിൽ CCTVയും ഇപ്പോഴും പിന്നെ അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ കുറച്ച് താഴോട്ടൊക്കെ ശരിക്കും വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഉൾവനമെന്ന് പറഞ്ഞാൽ രത്നാകരനും സുഹൃത്തും കൂടെ ഇവരെ കൊണ്ടുവന്ന് ഈ കാട്ടിൻ്റെ സൈഡിലിട്ട് കൊന്ന് വലിച്ചഴച്ചുകൊണ്ടിട്ടത് ഈ വളവിലായിപ്പോയി. അങ്ങനെ ഇത് സുമതി വളവെന്നുള്ള പേര് വരാൻ കാര്യം. ഇനി നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം.